ഇത്ര ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ ലിപ് ബാം എനിക്ക് ഒട്ടും വർക്കായില്ല കേട്ടോ. അതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് പറയാൻ വന്നിട്ടുള്ളത്. രണ്ട് ഫ്ലേവർ എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു, കാണാനുണ്ടോ നിങ്ങൾക്ക്? കാണാനില്ല അല്ലേ? നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവറാണ്. ഒന്ന് ചെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, രണ്ടും എനിക്ക് വർക്കായില്ല പ്ലീസ്. എല്ലാവരും വർക്കായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ എനിക്ക് ഒട്ടും ഒട്ടും കുറച്ചിട്ടില്ല. അതേപോലെ തന്നെ ഉണ്ട്. ഞാൻ 2 മാസത്തോളം ഇത് യൂസ് ചെയ്തു. ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയുന്നത് ജസ്റ്റ് ഫസ്റ്റ് യൂസിൽ തന്നെ എന്തായാലും പോവില്ല, അത് ഉറപ്പാണ്. എന്നാലും 1 മാസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പോകേണ്ടതാണല്ലോ. അപ്പം എനിക്കിത് വർക്കായില്ല. പക്ഷേ എനിക്ക് ഇത് നല്ല ഒരു ലിപ് ബാമായിട്ട്, നോർമൽ ലിപ് ബാമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡ്രൈനെസ് ഇത് നന്നായി കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ നല്ലൊരു ലിപ് ബാമാണ് കേട്ടോ, ഒരു എവരി ഡേ ലിപ് ബാം. അല്ലാണ്ട് പിഗ്മെൻറ്റേഷൻ പോവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ പോവില്ല, ഒട്ടും പോണില്ല. എനിക്ക് മാത്രമാണത്. ഇത് ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒട്ടും പോണില്ല. കണ്ടോ, ഞാനിത് യൂസ് ചെയ്ത് തീർന്നു. ഇത് ലിപ് ബാം അല്ല, കാണുമ്പോൾ ലിപ് ബാം ഒരു ഇതാ എൻ്റെ ആ ഒരു ലാസ്റ്റത്തെ ആ സാധനമാണ്. ഞാൻ എന്നിട്ടിത് ഇങ്ങനെ ഇടയ്ക്ക് തോണ്ടിയിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് വർക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ്, രണ്ടും യൂസ് ചെയ്തു, എനിക്ക് ഒട്ടും സ്യൂട്ടബിൾ ആയിട്ടില്ല. ഇതുപോലെയുള്ള എന്തെങ്കിലും വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഞാൻ ഒരു പുതിയൊരു തുടക്കം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം.